എല്ലാവർക്കും. ഞാനിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ടേസ്റ്റി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അതുകൊണ്ടാണ് കിച്ചണൊക്കെയാണ് എന്ന് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മട്ടൺ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ടേസ്റ്റി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഇരിക്കുന്നുണ്ട്, മട്ടൻ ഇരിക്കുന്നുണ്ട്, ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചല്ല കേട്ടോ, വേറെ വേറെ ആയിട്ട്. അപ്പോൾ മട്ടൻ ഞാൻ കറി വെക്കാനും ചെമ്മീൻ ഞാൻ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. പിന്നെ ചിക്കൻ വെച്ചിട്ട് ഒരു ഐറ്റം വരുന്നുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് മട്ടൻ വേവിക്കാൻ കുറച്ച് വെള്ളവും കൂടെ പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 4-5 വിസിലിന് വെച്ചോളൂ കേട്ടോ. അതവിടെ കിടന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ നമ്മുടെ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേറെ എന്തെങ്കിലും പൊടികളൊക്കെ ചേർത്തോളൂ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കയും പിന്നെ ചെറിയ ഉള്ളി ഉള്ളവർക്ക് ചെറിയ ഉള്ളി യൂസ് ചെയ്യാം. ഞാനിവിടെ സവാളയുടെ ചെറുതാണ് യൂസ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് പിന്നെയും പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ കുരുമുളക് പൊടി ചേർത്തോളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടിയും കൂടെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പച്ചമണം മാറുന്നത് വരെ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മട്ടൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കിങ്ങിൻ്റെ ABCD അറിയാത്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ. എനിക്ക് 3 ചേച്ചിമാരാണ്. അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഞാൻ അടുക്കളയിൽ കയറാറൊന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുക്കിംഗ് ഒക്കെ പഠിച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ അതാ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേണമെന്നുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈയിലേക്ക് കുറച്ച് തേങ്ങ ചെറിയത് ഇട്ടോളൂ, നന്നായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ആകർഷണ ഐറ്റമാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഈ ഒരു ഐറ്റം തയ്യാറാക്കിയിട്ടില്ല. പലതവണയായിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ചിക്കൻ വെച്ചിട്ട് ഇങ്ങനൊരു ഐറ്റം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. എന്താ ഐറ്റം ഞാൻ പറഞ്ഞില്ല അല്ലേ? ഫുൾ ചിക്കൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ പർദീസയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ കുറച്ച് ക്യാപ്സിക്കും കൂടി കട്ട് ചെയ്തതും പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 മാഗി ക്യൂബും കൂടെ ഇട്ട് കൂടെ പൊടികൾ ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ മന്തി മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. അതും ആവശ്യത്തിന് ഉപ്പും പിന്നെ വിനാഗിരിയും കൂടിയും ചേർത്തിട്ട് നമ്മുടെ സുർക്കയില്ലേ, സുർക്ക, അതും കുറച്ച് ചേർത്ത് ആവശ്യത്തിന് എണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മിക്സാണ് നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആളെ നമ്മൾ കുളിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് നമ്മളിത് എന്ത് ചെയ്യണം, കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്തത്. ഒരു 8 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചോളൂ. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മുളകും എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ നേരെ ചട്ടിയിലേക്ക് വെക്കുകയാണ്. ഈ മസാലയും കൂടെ ചേർത്ത് എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട, കാരണം നമ്മൾ ഓൾറെഡി എണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 2 ആയുധങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ഞാനിത് തിരിച്ച് മറിച്ചൊക്കെ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് താഴെയുള്ള ഒരു മസാല ഉണ്ടല്ലോ, ആ മസാല നന്നായിട്ട് ഈ ചിക്കൻ്റെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അത് കുക്കായിട്ട് വരട്ടെ. ഇത് കുക്കായി വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ കാഷ്യൂ പേസ്റ്റാണ്. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കാഷ്യൂ പേസ്റ്റ് അല്ല, പകരം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കുക്കിംഗ് ക്രീമാണ് കേട്ടോ. കുക്കിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അതിന് ശേഷം നമ്മുടെ
ചിക്കൻ പറദീസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയും ചിക്കൻ പറദീസയും ചെമ്മീൻ ഫ്രൈയും കൂടെ മട്ടൻ കറിയും കുറച്ച് ചോറും ഉണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.